വേണ്ട, നീ പൊയ്ക്കോ. വേലായുധന്നല്ലേ പേര്? നമുക്ക് രണ്ടുപേർക്കും മുരുകന്റെ പേരാ. ഞാൻ മുരുകേശനും നീ വേലായുധനും. പാഠശാലയിൽ പഠിപ്പിക്കുന്ന ഗുരുനാഥനും പഠിക്കുന്ന കുട്ടികളും ഈ നാട്ടുകാരും ഒക്കെ നിന്നെ ആക്ഷേപിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? എനിക്കറിയാം. നിന്നെ വളരെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, നിന്റെ അമ്മ. നിന്റെ അമ്മ മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോയി ബാലമുരുകസ്വാമിയെ വണങ്ങാറുണ്ട് അല്ലേ? എല്ലാം ബാലമുരുകസ്വാമി കാണുന്നുണ്ട് കേട്ടോ. പിതാവായ പരമശിവന്റെ ശാപം മൂലം വളരെ കാലം ബാലമുരുകന് ഊമയായി കഴിയേണ്ടി വന്നു. ആ കഥ അറിയാമോ നിനക്ക്? ബാലമുരുകൻ ഊമയായിരുന്ന കാലത്ത് നീ ഇന്ന് കേൾക്കും പോലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഒത്തിരി കേട്ടതാണ്. ഒന്നും കേട്ടെന്ന് ഭാവിക്കാതെ മുരുകൻ എപ്പോഴും പരമശിവനെ ഭജിച്ചുകൊണ്ടേയിരുന്നു. മുരുകൻ സ്വാമിക്ക് ശാപമോക്ഷം കിട്ടിയോന്നല്ലേ? കിട്ടി. അമ്മയായ പാർവതി ദേവി വന്ന് ശാപമോക്ഷം കൊടുത്തു. മുരുകൻ സംസാരിക്കുകയും ചെയ്തു. അതുപോലെ അധികം വൈകാതെ നിനക്കും മുരുകൻ സ്വാമി ശബ്ദം നൽകിയിരിക്കും. സന്തോഷായോ? ഇന്നു മുതൽ നിന്നെ സ്നേഹിക്കാൻ ഒരാളുകൂടിയുണ്ട്, ഈ മുരുകേശനും. നമ്മൾ ഒറ്റ ചെങ്ങാതിമാരായിരിക്കും. ഇപ്പൊ കൂടുതൽ സന്തോഷായില്ലേ? എന്താ ഈ വീണ മീട്ടുന്നോ? ഞാൻ പഠിപ്പിച്ചു തരാം.
നാവെടുത്ത് അമ്മയെന്ന് വിളിക്കുവാനുള്ള പ്രാപ്തി അടിയന്റെ ഊമക്കുട്ടിക്ക് നൽകണേ വേലായുധ. വേലുവിനെ അരശിലാറ്റങ്കര തിരുപ്പന്തുറ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭജന ഇരുത്തണമെന്ന് ഈ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് സ്വാമി. 41 ദിവസം സ്വാമിക്ക് ഇഷ്ടപ്പെട്ട തേനഭിഷേകവും നടത്തണം. അതിന് പണച്ചിലവുണ്ട് ഭഗവാനെ. അടിയന്റെ ചോറിന്റെ വകയ്ക്കുള്ള അരിയുടെ പങ്ക് മാറ്റിവെച്ച് അതിനായുള്ള പണം അടിയൻ മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ കാലം കുറെ കഴിഞ്ഞല്ലേ, അഭിഷേകത്തിനുള്ള പണം തികയോ? അത്രയും കാലം വരെ ആളുകളുടെ ആക്ഷേപവും ആട്ടും തുപ്പും ഒക്കെ വേല സഹിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ അടിയന്റെ ചങ്കു പൊട്ടുന്നു ഭഗവാനെ. അമ്മേ, മോനെ, നീ ഏതാ? ഞാനൊരാട്ടിടയനാ. ബാലമുരുകനോട് സങ്കടങ്ങൾ തുറന്നുണർത്തിക്കുന്ന അമ്മയെ പോലുള്ള വളരെ പാവങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അമ്മയുടെ സങ്കടം ഞാൻ കേട്ടു. അമ്മയുടെ മകൻ വേലുവിനെ അരിശിലാറ്റൻകരയിലെ പെരുന്തുറൈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി 41 ദിവസം ഭജന ഇരുത്തി തേനഭിഷേകം നടത്തണം അല്ലേ? അതിനുള്ള പണം അമ്മ പട്ടിണി കിടന്ന് സ്വരൂപിക്കുന്നുണ്ടല്ലേ? മകനു വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മേ, ആടിനെ മേച്ചുണ്ടാക്കിയ കുറെ പണം എന്റെ പക്കലുണ്ട്. 41 ദിവസത്തെ തേനഭിഷേകത്തിനും മറ്റ് ചിലവുകൾക്കും ഇത് ധാരാളം മതിയാവും. അമ്മ ഈ പണം സ്വീകരിക്കണം. മോനെ, ബാലകനായ നിന്റെ കുരുന്നു മനസ്സിന്റെ വലിപ്പം അമ്മ അറിയുന്നുണ്ട്. പക്ഷെ നീ കഷ്ടപ്പെട്ട് ആട് മേച്ചുണ്ടാക്കിയ പണം അത് ഞാൻ സ്വീകരിക്കില്ല മോനെ. അത് നീ തന്നെ വെച്ചോളൂ ഭഗവാനെ. അമ്മേ, അമ്മേ, പണം സൗജന്യമായിട്ടല്ല, കടമായിട്ടാ ഞാൻ നൽകുന്നത്. അമ്മയുടെ മകൻ വേലു എന്റെ ഉറ്റ ചങ്ങാതിയാണമ്മേ. അവന്റെ നേർച്ച നടക്കട്ടെ. പണം തികയുമ്പോ അമ്മ തിരിച്ചു തന്നാ മതി. വാങ്ങണം അമ്മേ. അമ്മ പോട്ടെ മോനെ. സഹനാവവതു സഹന ഉഭുനക്തു സഹവീരം കരവാവഹൈ. സഹവീരമല്ല, സഹവീര്യമാണ്. ഓ, ഒരു ഗുരുനാഥ വന്നിരിക്കുന്നു. എല്ലാം അറിയാവുന്ന മട്ടും ഭാവമാ. ധിക്കാരി ആയതുകൊണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നത്. എന്നെയും വേലുവിനെയും അമ്മയെ ഒന്നും നീ അനുസരിക്കില്ലല്ലോ. അച്ഛന്റെ മൊശയുടെ സ്വഭാവമാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ദേജി, ശാന്തി മന്ത്രം പഠിക്കുമ്പോഴെങ്കിലും ഇങ്ങനെ നാവിട്ടടിക്കരുത്. ശാന്തി മന്ത്രം പൂർണ്ണമായും മനസ്സർപ്പിച്ച് പഠിക്കണമെന്നാ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റില്ലാതെ പഠിക്കണമെന്നും ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇത്ര കാര്യമായിട്ട് പഠിക്കണത്? ശാന്തി മന്ത്രം. ഓ, കൊള്ളാം. ഈ കുടുംബത്തിൽ ഇല്ലാത്തതും അതാണല്ലോ, ശാന്തി. ആ വേലു, ഞാൻ ഏൽപ്പിച്ച പണിയൊക്കെ ചെയ്തു തീർത്തോ? അതെ, എന്താ നിന്റെ മുഖത്തൊരു പതിവില്ലാത്തൊരു തെളിച്ചം? വല്ലപ്പോഴും കൂടി ഒരു തെളിച്ചമൊക്കെ ഉണ്ടാവണ്ടേ? നിങ്ങളോടൊരു കാര്യത്തിന് അനുവാദം ചോദിക്കാനാ ഞാൻ വന്നത്. ഭർത്താവിന് ഒരു വിലയും കൽപ്പിക്കാത്ത നീ അനുവാദം ചോദിക്കാൻ വന്നിരിക്കുന്നു. പെട്ടെന്ന് ഈ അനുസരണശീലം എവിടുന്നുണ്ടായി? അനുസരിക്കേണ്ടതൊക്കെ ഞാൻ കൃത്യമായി അനുസരിച്ചിട്ടുണ്ട്. ശരി ശരി, എന്തിനാ അനുവാദം വേണ്ടത്? അടുത്ത ദേശത്ത്
ഒരു പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അരശിലാറ്റങ്കര തിരുപ്പുന്തറ ക്ഷേത്രം. ദണ്ഡപാണിയായ സുബ്രഹ്മണ്യ സ്വാമിയ അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ 41 ദിവസം ഭജനം ഇരുന്ന് 41 തേനഭിഷേകം നടത്തിയ ഊമകൾ സംസാരിക്കും. അനുഭവസ്ഥർ പറഞ്ഞു കേട്ടതാ. വേലുവിനെ അവിടെ കൊണ്ടുപോയി ഭജനമിരുത്തി വഴിപാട് നടത്താൻ അനുവദിക്കണം. ഓ, അതിന് എന്റെ അനുവാദം മാത്രം പോരല്ലോ. അതിനുള്ള പണവും ആയിരിക്കും ഒരു തരണ്ടേ. ഞാൻ ഒരു പണം പോലും തരില്ല. ജന്മന ഊമയായവരെ ഒരു സ്വാമിയും സംസാരിപ്പിച്ച ചരിത്രമില്ല. നീ വേറെ വല്ല പണി നോക്ക്. അതെ, ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. വഴിപാടിനുള്ള പണം എന്റെ പക്കലുണ്ട്. ഈ 41 ദിവസം തേനഭിഷേകത്തിന് കുറച്ചേറെ പണം വേണമല്ലോ. അതിനുള്ള പണം നിനക്ക് എവിടുന്ന് കിട്ടി? ഒരു സ്നേഹിതയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. എന്നാലും 41 ദിവസം നീയില്ലാതെ ഞാനും കുട്ടികളും എങ്ങനെ കഴിയും? ആർക്കും വെച്ചു വിളമ്പാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അതൊക്കെ മീനുമോള് നോക്കിക്കോളും. നിങ്ങൾ ഞങ്ങളെ പോകാൻ അനുവദിച്ചാ മതി. എന്താ ആലോചിക്കുന്നേ? വള്ളി, വേലുവിനെ ഞാൻ കൊണ്ടുപോയി ഭജന ഇരുത്തിയാ പോരെ? നീ പറഞ്ഞു കേട്ടിടത്തോളം അപാര ശക്തിയുള്ള മുരുകനാ ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നത്. 41 ദിവസം മുടങ്ങാതെ കുളിച്ചു വീഴാനുള്ള അവസരം എനിക്കും കിട്ടുമല്ലോ. എന്താ, നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എന്റെ ദൈവനിന്ദ മൂലമാണ് വേലു ഊമയായി പോയതെന്ന് നീ മാത്രമല്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ദൈവനിന്ദ തുടർന്നാൽ വേലു ഭജനം ഇരുന്നാലും ഫലം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനും ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്നു. ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ പറയുന്നത്? ആത്മാർത്ഥമായിട്ട് തന്നെ. ഇനി മുതൽ കടുത്ത മുരുകഭക്തനായിരിക്കും ഞാൻ. എന്റെ സുബ്രഹ്മണ്യ സ്വാമി, വേലായുധ ഭഗവാനെ, അങ്ങന്റെ പ്രാർത്ഥന കേട്ടു. നന്ദി ഭഗവാനെ, നന്ദി. നാളെ 10 നാഴിക പുലരുമ്പോ യാത്ര പുറപ്പെടണം. വൈകുന്നേരം ക്ഷേത്രത്തിലെത്തും. മറ്റന്നാൾ പുലർച്ചയ്ക്ക് തേനഭിഷേകം നടത്തി ഭജനം പാർക്കൽ ആരംഭിക്കണം. അങ്ങനെ ആവട്ടെ. നീ പണം എടുത്തു വയ്ക്ക്. ഈ രാത്രി തന്നെ എണ്ണി തിട്ടപ്പെടുത്തി ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിക്കണം. ആഹാ, ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങുമ്പോ നീ കിടക്കാണോ? എന്താ വേലു നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഇവൻ കാട്ടിപ്പോയിരുന്നു കൂട്ടുകാരനായ മുരുകേശനോട് യാത്ര ചോദിക്കാൻ. എന്നിട്ട് മുരുകേശനെ കണ്ടില്ല. അതാ വേലുന്റെ സങ്കടം. അവൻ ആടുകളെയും കൂട്ടി മല കയറി കാണും. ഇത്രയും സൽസ്വഭാവിയായ ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നേർച്ചയ്ക്കുള്ള പണം അവൻ സൗജന്യമായി തരാൻ തയ്യാറായതാ. പക്ഷെ വാങ്ങാൻ മടിച്ചപ്പോ അവൻ കടമായിട്ട് തന്നു. ആ മുരുകേശൻ ആടിനെ മേച്ച് നടക്കേണ്ടവനൊന്നും അല്ല. എന്ത് ചേലും ചന്തോ അവനെ കാണാൻ. മുതിർന്ന ആളുകളെ പോലെയാ അവന്റെ സംസാരം. 41 ദിവസം കഴിയുമ്പോ 2 മഹാസന്തോഷങ്ങളെ നമ്മളെ കാത്തിരിക്കുന്നത്. ചലപ്പിലാന്ന് സംസാരിച്ചുകൊണ്ടായിരിക്കുമല്ലോ നീ വരുന്നത്. ഒപ്പം വരുന്നതോ മഹാഭക്തനായ അച്ഛനും.
ഇതെന്താ തേനും വാങ്ങി വരുമെന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ വീണ്ടും മദ്യപിച്ചു അല്ലേ? എടി, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ കോലോത്തെ തമ്പരാക്കന്മാരുടെ മക്കളുമായിട്ട് ചൂത് കളിക്കണമെന്ന്. കളിച്ചു. കളി തോറ്റ് പണമെല്ലാം പോയി. മഹാഭക്തനാകാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം മുൻകൂട്ടി വാങ്ങി എണ്ണി വെച്ചത് ഇതിനായിരുന്നോ? തേൻ വാങ്ങാനെന്ന് പറഞ്ഞു പോയത് മദ്യം മോന്നാനായിരുന്നോ? മഹാപാപി! മുരുകൻ സ്വാമിക്ക് സങ്കല്പിച്ച പണം കൊണ്ട് മദ്യം കുടിച്ചിരിക്കുന്നു. ഒരു കാലത്തും അച്ഛൻ ഗുണം പിടിക്കില്ല. നിക്കണാണ്ടില്ലേ, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സംസാരിച്ച് മലമറിക്കാൻ പോണു. എന്നാ ഞാനിന്നും തൊട്ടു പോകരുത്. കുടുംബദ്രോഹി, മൃഗത്തെക്കാൾ ക്രൂരനായ മനുഷ്യജന്മം. പൊയ്ക്കോ, ഏതെങ്കിലും നരകക്കുഴി പോയി ഒടുങ്ങിക്കോ. എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട.